ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 6ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു അല്ലേ? എവിടെയൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ കുറച്ച് എക്സസൈസ് തന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പം അത് ഞാൻ നിങ്ങളെല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു. അത് നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹി ഡാഷ് എവറി മോർണിംഗ്. അപ്പം ഹബിച്വൽ ആക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമുക്ക് എന്താ? സിമ്പിൾ പ്രസൻറ്റ് അല്ലേ? സിമ്പിൾ പ്രസൻറ്റ് നമുക്ക് എന്താ വരുന്നത്? V1 വരും, അറിയാമല്ലോ. അല്ലെങ്കിൽ ഡു പ്ലസ് വെർബ് കൊണ്ട് വരും, ഡു ഓർ ഡസ് പ്ലസ് വെർബ് കൊണ്ട് വരും. ക്ലിയർ അല്ലേ? ഇവിടെ എന്താ? ഹി ആയതുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട് സിമ്പിൾ പ്രസൻറ്റിനകത്ത് ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ നമുക്ക് എസ് ഫോം ഓഫ് ദ SO ES ഫോം ഓഫ് ദ വെർബ് നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? എക്സസൈസസ് അല്ലേ? എക്സസൈസസ്. ഹി എക്സസൈസസ് എവറി മോർണിംഗ്, ഹബിച്വൽ ആക്ഷൻ. ക്ലിയർ ആണേ? ഇനി ഷീ ഡാഷ് ടു ലൈബ്രറി എവറി ഡേ അറ്റ് 5 PM. അപ്പം ഇതും സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമല്ലേ? അതിന് നമുക്ക് എന്താ? ഹബിച്വൽ ആക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഗോസ് പറയാം. ക്ലിയർ അല്ലേ? ഇനി ദ സൺ ഡാഷ് ഇൻ ദ വെസ്റ്റ്. വെസ്റ്റിൽ സൺ എന്താ ചെയ്യുന്നത്? സെറ്റ്സ് ചെയ്യും അല്ലേ? സെറ്റ്സ്. ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. ഇതും സെയിം ആണ്. നമ്മൾ മൂന്നും സിമ്പിൾ പ്രസൻറ്റ്. ഇത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. മൂന്നിലും തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. പക്ഷെ മൂന്നാമത്തെ സെൻറ്റൻസ് നമുക്ക് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. എല്ലാം മൂന്നും തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദ മൂൺ ഡാഷ് അറൗണ്ട് ദ എർത്ത്. മൂവ്സ് അല്ലേ? മൂവ്സ്. എന്തുകൊണ്ടാ? തേർഡ് പേഴ്സൺ സിംഗുലർ ആയതുകൊണ്ട്. അതർവൈസ് നമുക്ക് എങ്ങനെ എഴുതാം? ദ മൂണിൻ്റെ മൂവ് വരത്തില്ല എന്നറിയാം, മൂവ്സേ വരത്തുള്ളൂ എന്നറിയാം. അത് മാത്രം, ആ റൂൾ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഇത് എലിമിനേറ്റ് ചെയ്തിട്ടും എഴുതാൻ പറ്റും. മുകളിലും അങ്ങനെ തന്നെയാണ്. ക്ലിയർ ആണോ? ബിറ്റർ ഗാർഡ് ഡാഷ് ബിറ്റർ. ബിറ്റർ ഗാർഡ് കയ്പുള്ളതാണ്, അതായത് പാവയ്ക്ക കയ്പാണ് എന്നാണ് പറയേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ പറയും? ബിറ്റർ ഗാർഡ് ഈസ് ബിറ്റർ. നമ്മൾ ഓക്സിലറി വെർബ്സ് മെയിൻ വെർബായിട്ട് വരുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? പേഴ്സണൽ പ്രോണൗണിനകത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓക്സിലറി വെർബ്സ് മെയിൻ വെർബായിട്ട് വരുന്നത് നമ്മൾ പഠിച്ചു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ബിറ്റർ ഗാർഡ് ഈസ് ബിറ്റർ. ബിറ്റർ ഗാർഡ് എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ? സിംഗിളിനോട് ഈസിയേ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ക്ലിയർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദ ഫ്ലൈറ്റ് ഡാഷ് അറ്റ് 5 PM. 5 മണിക്ക് ഫ്ലൈറ്റ് എന്ത് ചെയ്യും? ഫ്ലൈറ്റ് പുറപ്പെടും, ടേക്ക് ഓഫ് ചെയ്യും അല്ലേ? അപ്പം നമ്മളിവിടെ ദ ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു സംഖ്യയിലേ ഉള്ളൂ. അപ്പം സിംഗുലർ അല്ലേ? അപ്പോൾ തേർഡ് പേഴ്സൺ സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? ടേക്സ് ഓഫ്. ദ ഫ്ലൈറ്റ് ടേക്സ് ഓഫ് അറ്റ് 5 PM. അതെന്തുകൊണ്ടാണ് നമ്മൾ ഇത് സിമ്പിൾ പ്രസൻറ്റിൽ പറയാൻ കാരണം? നമ്മൾ പറഞ്ഞു അല്ലേ, ഫിക്സ്ഡ് ടൈം ടേബിളോ അല്ലെങ്കിൽ ഫിക്സ്ഡ് പ്രോഗ്രാമോ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ? വെൻ ഡസ് ദ നെക്സ്റ്റ് ബസ് ഡാഷ്. ഇവിടെ അറൈവ്സ് വരുമോ? നമ്മൾ പഠിച്ചു അല്ലേ? ഡസ് പ്ലസ് V1 ആണ് അറൈവ്സ് അല്ലേ? ഡസ് പ്ലസ് അറൈവ് ആണെങ്കിൽ അറൈവ്സ് എന്ന് വരും. അതുകൊണ്ട് ഇവിടെ ഡസ് നമുക്ക് തന്നിട്ടുണ്ട്. വെൻ ഡസ് ദ നെക്സ്റ്റ് ബസ് ഡാഷ് അറൈവ് അല്ലേ? അപ്പം അറൈവേ വരത്തുള്ളൂ. ഇത് നിങ്ങൾ ചിലപ്പോൾ തെറ്റിച്ചിട്ടുണ്ടാവും, ശ്രദ്ധിക്കണം. സ്പ്ലിറ്റിംഗ് ഓഫ് ദ വെർബിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ ഡസ് പ്ലസ് വെർബ് 1 വരത്തുള്ളൂ. ഡസ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് എസ് ഫോം ചേർക്കേണ്ട ആവശ്യമില്ല. എസ് ഫോമിന് പകരമാണ് ഡസ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം അറൈവ്. ദ നെക്സ്റ്റ് ഷിപ്പ് ഡാഷ് അറ്റ് 9 AM ടുമോറോ. ഇതും എന്താണ്? ഫിക്സ്ഡ് ടൈം ടേബിൾ ആണ് അല്ലേ? ദ നെക്സ്റ്റ് ഷിപ്പ് ഈസ് അറ്റ് 9 AM ടുമോറോ. നാളെ 9 മണിക്കാണ് അടുത്ത ഷിപ്പ്. ക്ലിയർ ആണല്ലോ? ഇനി APJ അബ്ദുൽ കലാം സെയ്സ് ഇഫ് യു ഡാഷ് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ അല്ലേ? എന്താ? ഇഫ് യു ഡാഷ് ടു ഷൈൻ ലൈക്ക് എ സൺ. നിങ്ങൾക്ക് സൂര്യനെ പോലെ ജ്വലിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം അതുപോലെ കത്തിയെരിയണം. സൂര്യനെ പോലെ കത്തിയെരിയണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു കോഡ്സ് വന്നാൽ നമുക്കത് സിമ്പിൾ പ്രസൻറ്റിൽ പറയാം അല്ലേ? അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ ഇതെന്താ വരിക? സിമ്പിൾ പ്രസൻറ്റിൽ നമുക്ക് വാണ്ട് വരുമോ, വാണ്ട്സ് വരുമോ? യു കഴിഞ്ഞിട്ട് വാണ്ടേ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്ക് എ സൺ ഫസ്റ്റ് ബേൺ ലൈക്ക് എ സൺ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എനിക്ക്
ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും നല്ലോണം പഠിച്ചിട്ടുണ്ടെന്ന്. ഇനി ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുക. ഇത് മറക്കാതെ ക്ലിയർ ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഈ +2 ലെവലുള്ളവർക്ക് ഏതാണ്ട് ആ എസ് ഫോമിൽ തന്നെ തീരും. മറ്റുള്ളവർ കുറച്ച് ഹബിച്വൽ ആക്ഷൻസ് മറ്റതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, യൂണിവേഴ്സൽ ട്രൂത്ത് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിക്കൊള്ളുക ഡിഗ്രി ലെവലുള്ളവർ. മറ്റത് +2 വരെ ഉള്ളവർക്ക്, അതായത് എൽ ഡി സിക്ക് ചിലപ്പോൾ കുറച്ച് ടഫായിട്ട് ചോദിക്കുമായിരിക്കും. ബാക്കി LGSും ലാസ്റ്റ് ഗ്രേഡൊക്കെ എല്ലാത്തിനും ഒക്കെ ആയിട്ട് ഇത് എസ് ഫോം ഓഫ് ദ വെർബേ കൂടുതൽ ചോദിക്കാറുള്ളൂ എന്നതാണ് എൻ്റെ വിശ്വാസം. അതായത് തേർഡ് പേഴ്സൺ സിംഗുലർ ശരിക്കും പഠിച്ചു വെക്കുക, അതിന്നേ വരുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഡിഗ്രി ലെവലിന് ഇത് മൊത്തം പഠിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ പഠിച്ചു. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് നമ്മൾ എന്താ പഠിച്ചേ? നമ്മൾ പഠിച്ചു ഇതിനകത്ത് സബ്ജക്റ്റ് പ്ലസ് എന്താ ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ് എന്ന് പഠിച്ചു. ക്ലിയർ ആണേ? നമ്മൾ എന്ത് സെൻറ്റൻസാണ് പഠിച്ചത്? ഐ ആം റൈറ്റിംഗ് എ നോവൽ അല്ലെങ്കിൽ ഐ ആം സ്റ്റഡിങ് ഇംഗ്ലീഷ് എന്ന് പഠിച്ചു. ക്ലിയർ ആണേ? ക്ലിയർ ആണല്ലോ? അത് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം റൂൾ വെച്ചിട്ട് നമ്മൾ എന്താ പറയുക? സബ്ജക്റ്റ് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഇതാണ് ഇതിൻ്റെ റൂള്. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് പറയണമെങ്കിൽ ഈ റൂളിൽ പറയണം. നമ്മൾ അതിന് സെൻറ്റൻസ് നമുക്കറിയാം, ഐ ആം റൈറ്റിംഗ് എ നോവൽ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇതിനകത്ത് ഞാൻ അന്ന് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരു ആക്ഷൻ നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ഒരു ആക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാം. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. അതായത് ഒരു ആക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കണം, നമ്മൾ പറയുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. ഷീ ഈസ് സിംഗിങ് എ സോങ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പോൾ നമ്മൾ ഒരാൾ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുകയാണ്, അപ്പം നമ്മൾ പറയുവാണ് ഷീ ഈസ് സിംഗിങ് എ സോങ്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റും. അതായത് പാടുകയാണ്. ദ ബോയ്സ് ആർ പ്ലേയിങ് ഫുട്ബോൾ, കുട്ടികൾ കളിക്കുകയാണ് അല്ലേ? ഇപ്പോൾ അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് അതിനർത്ഥം. വി ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ്, നമ്മളെന്താ ചെയ്യുന്നത്? ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അതായത് ഒരു ആക്ഷൻ ഈ സമയത്ത് നമ്മൾ പറയുന്ന സമയത്ത് സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇത് ഓർത്തിരിക്കുക, ഇത് മറക്കരുത്. ക്ലിയർ ആണല്ലോ? ഇനി ഫോർ എ ടെമ്പററി ആക്ഷൻ വിച്ച് മേ നോട്ട് ബി ആക്ച്വലി ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. എന്താ? ഒരു ടെമ്പററി ആക്ഷൻ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നില്ല, എന്നാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മളിപ്പം ഡെയിലി വായിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ രാവിലെ വായിച്ചു, ഇനി ഇപ്പോൾ വായിക്കുന്നില്ല, പക്ഷേ രാവിലെ വായിച്ചു, ഇനി വൈകിട്ട് കുറച്ച് നേരം വായിക്കും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന കാര്യം. നമ്മൾ ചിലപ്പോൾ പറയത്തില്ല ഐ ആം വർക്കിംഗ് ഇൻ ദാറ്റ് കമ്പനി, ദിസ് കമ്പനി എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയും പറയാം. അതുപോലൊരിതാണ്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നില്ല, പക്ഷേ ഒരു ടെമ്പററി ആക്ഷൻ, അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യത്തില്ല, കുറച്ച് നേരത്തേക്ക് ചെയ്യുന്ന പ്രവൃത്തി. നമ്മളിപ്പോൾ ഒരു നോവലൊക്കെ കുറച്ച് നേരത്തേക്കല്ലേ വായിക്കുള്ളൂ, കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളൊന്നും വായിക്കത്തില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാം, ഐ ആം റീഡിങ് ഹാംലെറ്റ്. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ വരുമ്പോൾ നമ്മൾ വായിക്കുന്നില്ല, അതായത് ആരെങ്കിലും വന്ന് നിൽക്കുമ്പോൾ വായിക്കുന്നില്ല. ഇപ്പോൾ ആരും ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, എന്ത് വായിക്കുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാമല്ലോ, ഐ ആം റീഡിങ് ഹാംലെറ്റ്. ക്ലിയർ ആണല്ലോ? എന്നിട്ട് ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി എന്നും നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അതായത് ടെമ്പററി ആക്ഷൻ വിച്ച് മേ നോട്ട് ആക്ച്വലി ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. പറയുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നില്ല, പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഒറ്റ സമയം കൊണ്ട് നമുക്ക് ബുക്ക് വായിച്ച് തീരത്തില്ല. കുറച്ചിപ്പോൾ വായിച്ചു, കുറച്ച് നാളെ വായിക്കും, കുറച്ച് വൈകിട്ട് വായിക്കും, കുറച്ച് മറ്റന്നാൾ വായിക്കും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവൃത്തി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഫോർ ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ അറേഞ്ച്ഡ് ടു ടേക്ക് പ്ലേസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഇനി എന്താ? നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ, സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഫിക്സ്ഡ് ടൈം ടേബിൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് പ്രോഗ്രാം. ഇതെന്താ? നിയർ ഫ്യൂച്ചറിൽ ഒരു കാര്യം നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന കാര്യത്തിന് നമുക്ക് കണ്ടിന്യൂസിൽ പറയാൻ പറ്റും. എക്സാമ്പിൾ എന്താ? ഐ ആം ഗോയിങ് ടു കേരള ടുനൈറ്റ്. ഇന്ന് വൈകിട്ട് ഞാൻ കേരളത്തിലോട്ട് പോകും. ക്ലിയർ ആണോ? മൈ അങ്കിൾ ഈസ് അറൈവിങ് ടുമോറോ. എൻ്റെ അങ്കിള് നാളെ വരും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒരു ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിഗ്രി ലെവൽ എക്സാംകാർക്കും എല്ലാവർക്കും കണ്ടിന്യൂസിൽ ചോദിക്കുന്ന ചോദ്യം മോസ്റ്റ് ഓഫ് ദ ടൈം ഇതായിരിക്കും ചോദിക്കുക. ഇനി പറയുന്ന കാര്യം, ഈ നാലാമത്തെ. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പഠിക്കാൻ പോണത്. ഓക്കെ,
എന്ന് പറഞ്ഞാൽ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് ചോദിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതായത് സം വേർബ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ദെയർ മീനിങ്സ് ആർ നോട്ട് നോർമലി യൂസ്ഡ് ഇൻ ദ കണ്ടിന്യൂസ് ടെൻസ്. ചില വെർബുകൾ അതിൻ്റെ മീനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ നമ്മൾ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കത്തില്ല. ഓക്കെ, അപ്പം അങ്ങനത്തെ വേർഡ്സാണ് ഈ താഴെ പറയുന്നത്. സീ, ഹിയർ, സ്മെൽ, നോട്ടീസ്, റെക്കഗ്നൈസ്, അപ്പിയർ, ലുക്ക്, സീം, ടേസ്റ്റ്, വാണ്ട്, വിഷ്, ഡിസയർ, ഫീൽ, ലൈക്ക്, ലവ്, ഹെയ്റ്റ്, ഹോപ്പ്, റെഫ്യൂസ്, പ്രിഫർ, തിങ്ക്, സപ്പോസ്, ബിലീവ്, agree, consider, trust, remember, forget, know, understand, imagine, mean, mind, own, possess, belong to, contain, consist of. ഇത്രയും വേർഡ്സുകൾ നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് 2-3 വട്ടം വായിച്ച് വെക്കണം. കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടെ വായിച്ച് വെക്കണം. ഈ വേർഡ്സ് വന്നാൽ കണ്ടിന്യൂസിൽ ING ഫോം ചേർക്കത്തില്ല. ING ഫോം ചേർത്ത് ഈ വേർഡ്സ് വരത്തില്ല. ING ഫോം ചേർത്ത് വരത്തില്ലെന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയത്തില്ല. അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഇത് ഉപയോഗിക്കത്തില്ല എന്നാണ് അർത്ഥം. ഈ വേർഡ്സ് മനസ്സിലായോ? അർത്ഥം വെച്ചിട്ട് ഇതിൻ്റെ അർത്ഥം നോക്കിയിട്ടാണ് ഇതിൻ്റെ കണ്ടിന്യൂസ് ടെൻസിൽ വരണോ വേണ്ടതെന്ന് തീരുമാനിക്കുക. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിന് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് റൈറ്റ് ആൻഡ് റോങ് തന്നിട്ടുണ്ട്. ദീസ് ഗ്രേപ്സ് ആർ ടേസ്റ്റിംഗ് സോർ. മനസ്സിലായോ? ദീസ് ഗ്രേപ്സ് ആർ ടേസ്റ്റിംഗ് സോർ എന്ന് നമ്മൾ പറയത്തില്ല. ദീസ് ഗ്രേപ്സ് ടേസ്റ്റ് സോർന്നേ പറയുള്ളൂ. ക്ലിയർ ആണോ? സിമ്പിൾ പ്രസൻറ്റിലേ പറയുള്ളൂ. കണ്ടിന്യൂസിൽ ടേസ്റ്റിംഗ് എന്ന് പറയത്തില്ല. ടേസ്റ്റിങ്ങിൻ്റെ അർത്ഥം മാറി വരുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഐ ആം തിങ്കിങ് യു ആർ റോങ്. നിങ്ങൾ തെറ്റാണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് പറയത്തില്ല. ഐ തിങ്ക് യു ആർ റോങ്, അല്ലേ? നിങ്ങൾ തെറ്റാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നല്ലേ പറയുള്ളൂ. ഐ ആം ബിലീവിങ് ഇൻ ഗോഡ് പറയത്തില്ല. ഐ ബിലീവ് ഇൻ ഗോഡ് എന്നേ പറയുള്ളൂ. മനസ്സിലായോ? ഐ ആം ബിലീവിങ് ഇൻ ഗോഡ് നിങ്ങൾ മലയാളം തന്നെ പറഞ്ഞു നോക്കിയാൽ മതി. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുകയാണെന്ന് പറയുമോ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമോ? അങ്ങനെ വിശ്വസിക്കുന്നു എന്നല്ലേ പറയുള്ളൂ. ഷീ ഈസ് സീമിങ് സാഡ്, അല്ലേ? അവൾ ദുഃഖിതയായി തോന്നുകയാണ്, അങ്ങനെയല്ലല്ലോ. ദുഃഖിതയാണെന്ന് തോന്നുന്നു, അല്ലേ? ഷീ സീംസ് സാഡ് എന്നല്ലേ പറയുള്ളൂ. ഹീ ഈസ് ഹാവിങ് എ കാർ അങ്ങനെ പറയില്ല. ഹീ ഹാസ് എ കാർ എന്നേ പറയുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസിൽ വരത്തില്ല. അർത്ഥം നോക്കിയിട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ ഇതിന്. ഐ ആം അണ്ടർസ്റ്റാൻഡിങ് ദ കൺസെപ്റ്റ്. ഐ അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ്, അതാണ് കറക്റ്റ്. ഓക്കെ, ഐ ആം അണ്ടർസ്റ്റാൻഡിങ്, ഞാൻ മനസ്സിലാക്കുകയാണ്, അങ്ങനെ പറയത്തില്ല, മനസ്സിലാക്കുന്നു ഈ കോൺസെപ്റ്റ്. ഓക്കെ എന്നേ പറയുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി ഇപ്പോൾ എനിക്ക് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. ഇതിൻ്റെ മീനിങ് നോക്കിയിട്ട് ഇത്രയും വേർഡ്സ് മോസ്റ്റ് ഓഫ് ദ ടൈം ഈ വേർഡ്സ് വന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോണം ഇത് കണ്ടിന്യൂസിൽ വരത്തില്ല, തെറ്റിക്കാൻ വേണ്ടി തരുന്നതാണെന്ന് ഓർത്തോണം. പിന്നെ ചില സമയങ്ങളിൽ മാത്രം ദ വേർബ്സ് ലിസ്റ്റഡ് എബോവ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ കണ്ടിന്യൂസ് ടെൻസസ് വിത്ത് എ ചേഞ്ച് ഓഫ് മീനിങ്. ഇപ്പം നമ്മൾ പറഞ്ഞില്ല, ഇപ്പം മുകളിൽ ഉപയോഗിച്ച ഈ വേർഡ്സ് നമുക്ക് ചില സമയത്ത് ചേഞ്ച് ഓഫ് മീനിങ് വരുമ്പോൾ മീനിങ്ങിൻ്റെ വ്യത്യാസം കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇതിനെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കും. വളരെ റെയറായിട്ട് ഉപയോഗിക്കുള്ളൂ. മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് ഉപയോഗിക്കത്തില്ല. ക്ലിയർ ആണല്ലോ? അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഹിൻഡ് തരും. അത് ഹിൻഡ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം. അതർവൈസ് നിങ്ങൾ ഒരിക്കലും ഇതിനെ ഒന്ന് മീനിങ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മീനിങ് മനസ്സിലാക്കിയിട്ട് മാത്രം അവിടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ വരുമെങ്കിൽ മാത്രം കൊടുക്കുക. മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, നമ്മൾ ആക്ഷൻ വരുമ്പം കണ്ടിന്യൂസ് കൊടുക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കൊടുക്കത്തില്ല. ക്ലിയർ ആണല്ലോ? ആക്ഷൻ ഇല്ലെങ്കിൽ. ഷീസ് ടേസ്റ്റിംഗ് ദ സൂപ്പ്. ടേസ്റ്റിംഗ് ദ സൂപ്പ് എന്ന് പറയുമ്പം ആക്ഷൻ അല്ലേ, അതൊരു ആക്ഷൻ വരുമല്ലോ, അല്ലേ? അപ്പം ടേസ്റ്റിംഗ് ദ സൂപ്പ് ടു സീ ഇഫ് ഇറ്റ് നീഡ്സ് മോർ സോൾട്ട്. അവൾ സൂപ്പ് ടേസ്റ്റ് ചെയ്യുകയാണ്, ഇനിയും അതിൽ ഉപ്പ് ഇടണമെന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ? ഐ ആം തിങ്കിങ് ഓഫ്, സെക്കൻഡ് സെൻറ്റൻസ്, ഐ ആം തിങ്കിങ് ഓഫ് ഗോയിങ് ടു മലേഷ്യ. ഞാൻ മലേഷ്യയിൽ പോകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു ആക്ഷൻ പോലെയാണ് അവിടെ എടുത്തേക്കുന്നത്. അതായത് നമ്മളതിനെ പോകുന്നതിനെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് അതിനെ ഐ ആം തിങ്കിങ് ഓഫ് ഗോയിങ് ടു മലേഷ്യ എന്ന് പറയാം. ഇനി ദേ ആർ ഹാവിങ് ലഞ്ച്. ഈ ദേ ആർ ഹാവിങ് ലഞ്ചിൽ ഹാവിനെ ഈറ്റ് എന്നുള്ള അർത്ഥത്തിൽ, കഴിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം മനസ്സിലായോ? ആക്ഷൻ വരുവാണെങ്കിൽ നമുക്ക് ഇതിനെ കണ്ടിന്യൂസിലും വരും. അതായത് ഒരു പ്രവൃത്തി ചെയ്യുമ്പം പ്രവൃത്തിയിൽ ഈ വേർഡുകൾ വരുവാണെങ്കിൽ, പ്രവൃത്തി ചെയ്യുന്നു എന്ന രീതിയിൽ വരുവാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കരുത്. പിന്നെ മോസ്റ്റ് ഓഫ് ദ ടൈം എക്സാംസിന് ഇത് കണ്ടിന്യൂസിൽ വരത്തില്ല. ഓർത്ത് വെച്ചോണം. കണ്ടിന്യൂസിൽ വരുവാണെങ്കിൽ അവർ കറക്റ്റ് ഒരു ഹിൻഡ് തരും. അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ താഴെ കുറേ എക്സസൈസ് തരുന്നുണ്ട്. ആ എക്സസൈസ് നോക്കുക, നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. എന്നത്തെ പോലെ നമ്മൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യും. നിങ്ങൾ ചെയ്തു വെക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാവുകയും ചെയ്യും. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നും കൂടെ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് പഠിച്ചത്?
നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു അല്ലേ, പ്രസൻറ്റ് കണ്ടിന്യൂസ് എവിടെയൊക്കെ ഉപയോഗിക്കുമെന്ന് നോക്കി. നമ്മൾ ഈ സമയത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മളൊരു ആക്ഷൻ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കണ്ടിന്യൂസ് ടെൻസിൽ പറയാമെന്ന് പറഞ്ഞു, പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാമെന്ന് പറഞ്ഞു. ഇനി ഒരു ടെമ്പററി ആക്ഷൻ വിച്ച് മേ നോട്ട് ബി ആക്ച്വലി ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. നമ്മൾ സംസാരിക്കുന്ന സമയത്തല്ല, എന്നാലും ഒരു ടെമ്പററി ആക്ഷനെ കുറിച്ച് പറയാൻ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു, ഐ ആം റീഡിങ് ഹാംലെറ്റ് എന്ന് പറഞ്ഞു. ഈ നോവൽ വായിക്കുക, അതൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാമെന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത് എന്താ പറഞ്ഞത്, ഒരു ആക്ഷൻ നമ്മൾ മുൻകൂട്ടി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മീറ്റിങ്ങിനെ നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ പറയാമെന്ന് പറഞ്ഞു അല്ലേ. ഐ ആം ഗോയിങ് ടു കേരള ടു നൈറ്റ്. ഇതൊക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ, ഇതൊക്കെ ചോദിക്കാൻ ചാൻസുള്ള ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇനി പഠിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് വെബ്സ് അതിൻ്റെ അർത്ഥം നോക്കിയിട്ടേ നമ്മൾ കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഈ വെബ്സ് വരുമ്പോൾ സൂക്ഷിച്ചോണം, നിങ്ങൾ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുമ്പം അത് കണ്ടിന്യൂസിൽ വരത്തില്ല. ഈ വേർഡ്സുകൾ കണ്ടിന്യൂസ് ടെൻസിൽ അർത്ഥം നോക്കി ചില സമയങ്ങളിൽ വരാറില്ല. മോസ്റ്റ് ഓഫ് ദ ടൈം വരുവാണെങ്കിൽ തന്നെ അവരൊരു ഹിൻഡ് തരും, മനസ്സിലായോ? ഹിൻഡ് വെച്ചിട്ടേ വരുള്ളൂ. അപ്പം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ശ്രദ്ധിച്ചിട്ട് എഴുതുക. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളിനി മനസ്സിരുത്തി ശരിക്കും ശ്രദ്ധിച്ച്, ഇതിൽ തെറ്റാൻ നല്ല ചാൻസ് ഉണ്ട്. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നിങ്ങൾ മനസ്സിരുത്തി ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കുക. താഴെ കാണുന്ന ക്വസ്റ്റ്യൻസ് നല്ലോണം ചെയ്യുക. ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മുകളിലോട്ടൊക്കെ നോക്കിയിട്ട് ഒന്ന് റെഫർ ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ആൻസറൊക്കെ ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് അടുത്ത് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ കീ നിങ്ങൾക്ക് തരുന്നത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എന്നിട്ട് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും കാണും വരയ്ക്കും. ടേക്ക് കെയർ, ബൈ.